ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കേണ്ട വിഷയങ്ങളെല്ലാം ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷമായി കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒരു കാര്യവും ആദ്യം ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഉന്നയിക്കുന്നത് ഇവിടെ അൻവറാണ്. അതുകൊണ്ടാണ് അൻവറിന് പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ തന്നാൽ അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ അദ്ദേഹം നടത്തുമെന്ന് പറയുന്നത്. ആഭ്യന്തരം അല്ലെങ്കിൽ വനം വകുപ്പ്, അതല്ല എങ്കിൽ UDF ഒരു ശുദ്ധീകരണം നടത്താൻ VD സതീശിനെ ഒഴിവാക്കിയാലും മതി. എന്തു പറയുന്നു? നോക്കൂ ശ്രീമതി സ്മൃതി, അൻവറിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ തുടങ്ങി ഇന്ന് ഈ ജൂൺ 5 വരെ ഉള്ളൂ. അദ്ദേഹം നല്ലൊരു ഘടകമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഇനിയുണ്ട് ദിവസങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയില്ല. അൻവർ ഉയർത്തിയ വിഷയങ്ങളെ 6 മാസം കൊണ്ട് എന്താ ഉയർത്തുന്നത് വെച്ചാൽ UDF ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ അൻവർ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ അൻവർ എന്ന ഘടകം നമുക്കിപ്പോൾ വലിയ ചർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല ഈ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ. അത് അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടട്ടെ, അദ്ദേഹം ഘടകമാകുമോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക എത്ര വോട്ട് കിട്ടുന്നുള്ളത്. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നും കാണാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു 2 തവണ CPMൻ്റെ MLA ആയിരുന്നു. CPMലെ അഴിമതി ഉന്നയിച്ച് CPMൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം പിണറായി ഗവൺമെന്റിനെതിരെ. രാവിലെ 9 മണിക്കും കോൾസ് വന്നിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? തെറ്റാണ്. അങ്ങനെയൊന്നും ആരും കോൾ ചെയ്യാറുണ്ടാവില്ല. കാരണം വെച്ചാൽ UDFലെ ഉത്തരവാദിത്തപ്പെട്ട വിശ്വസിക്കാവുന്ന അതുപോലെ നല്ലവരായ നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് ആരാന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ആഭ്യന്തരം അതുപോലെ തന്നെ വനംവകുപ്പൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസവും നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ഫലമായിരിക്കാം. അത് ഞാനൊരു ഞാനിപ്പോൾ ചർച്ച ചെയ്യാനത് അതൊരു ചർച്ചയാക്കിയിട്ട് നമ്മളുടെ ഈ സമയത്തിൽ ഞാൻ ഇത് കളയുന്നില്ല. സമയം മെനക്കെടുത്താനുള്ളതല്ല. അതിന് ഘടകം എന്ന് വെച്ചാൽ LDF UDF മത്സരമാണ്. അവിടെ LDF UDF മത്സരം നടക്കുമ്പോൾ ഇവിടെ LDFനെ ഉന്നയിക്കാൻ വർത്തമാനകാല വിഷയങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഭൂതകാലം തെരഞ്ഞു പോവുകയാണ്. 1957 മുതലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ UDFും ജനങ്ങളും ചോദിക്കുന്നത് ഈ വർത്തമാനകാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ നേട്ടം എന്താണ്? അവർക്കൊരു നേട്ടവും പറയാനില്ല. ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ കുറിച്ച്, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള പൊക്കോട്ടെ, അദ്ദേഹം പാർലമെൻ്ററിയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് അദ്ദേഹം ഈ റോഡ് പരിശോധനയ്ക്ക് വന്ന ആളാണ്. അദ്ദേഹത്തെ എന്താ പറഞ്ഞത്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ, കാലൻ എന്നല്ലേ വിശേഷിപ്പിച്ചത്? അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ നമ്മുടെ അരിശം വന്നാൽ അവിവേകം എന്ന രീതിയിലേക്ക് എത്തുകയല്ലേ? അവിടെ റോഡ് തകർന്നെടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് വേണുഗോപാൽ പറഞ്ഞത്? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? മുഖ്യമന്ത്രിക്ക് അവിടേക്ക് എത്തണമെങ്കിൽ റോഡിൽ കൂടെ അല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടായിരിക്കുക, എന്നാൽ പോലും സജീഷിന് അവിടെ എത്തണമെങ്കിൽ റോഡ് മാർഗ്ഗമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ റോഡ് തകർന്ന് കിടക്കുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പാടില്ല. അതുപോലെ ക്ഷേമ പെൻഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതുപോലെ ആരോഗ്യരംഗത്തെ ആശുപത്രികളിൽ ചികിത്സയില്ലാത്ത ചർച്ച ചെയ്യാൻ പാടില്ല. നിലമ്പൂർ ഭാഗത്തുള്ള വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. ചർച്ച ചെയ്യേണ്ടത് 1956, 57 67 മലപ്പുറം രൂപീകരിച്ചതൊക്കെ, അതൊക്കെ വേറെ ചർച്ച ചെയ്യുക എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്ന്. അപ്പോൾ അദ്ദേഹത്തിനിടയ്ക്ക് ശ്രീ സജീഷ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസും ജനസംഘവും തമ്മിലുള്ള ബന്ധം എന്തോ എനിക്ക് കേട്ട പോലെ തോന്നി. നമ്മുടെ MT രമേശ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഉദുമയിലെ ജനസംഘ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അന്ന് അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻറ്റിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല ആരാണെന്ന്. എന്തായാലും അദ്ദേഹവും കേരളത്തിൽ ഇന്നത്തെ 1ാമത്തെ CPMൻ്റെ നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറ്റേത് ജനസംഘവും കോൺഗ്രസും തമ്മിൽ ഏത് കാലത്താണെന്നുള്ള എനിക്കറിയില്ല, അത് ഏത് ചരിത്രമാണെന്ന് എനിക്കറിയില്ല. അതോടെ നിൽക്കട്ടെ. ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇപ്പം നാളെ രസകരമായ വസ്തുത KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഇവരുടെ പിടിവള്ളി. എന്താ KC വേണുഗോപാൽ പറഞ്ഞത്? അതായത് ക്ഷേമ പെൻഷനുകൾ ഇങ്ങനെ യഥാസമയത്ത് കൊടുക്കാതെ ഒരു വോട്ടെടുപ്പിൻ്റെ ദിവസം വരുമ്പോൾ അത് ഒന്നിച്ചു കൊടുക്കുക, കുടിശ്ശിക. അത് ശരിയായ പ്രവണതയല്ല, അത് നല്ലൊരു ജനാധിപത്യ വഴക്കമല്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് VD സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടത് തട്ടിപ്പാണെന്ന്. അത് വളരെ പച്ചയായിട്ട് പറയുമ്പോൾ ഇവർ പറയുന്ന നാളെ ക്ഷേമ പെൻഷൻകാരുടെ യോഗം വിളിച്ചോട്ടെ, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻകാരുടെ യോഗം വിളിക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ, വോട്ട് കിട്ടാനായിരിക്കുമല്ലോ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ജനസമ്പർക്കം എന്ന് പറയാൻ പറ്റില്ല, പ്രമുഖ സമ്പർക്ക പരിപാടി നടത്തി. ഒന്ന് നവകേരള സദസ് കാലത്തും ഒന്ന് ഈ കഴിഞ്ഞ 4ാം വാർഷിക കാലത്തും. അങ്ങനെയാണെങ്കിൽ പെൻഷൻ കാർഡ് യോഗം വിളിക്കായിരുന്നില്ലേ? കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും പോയതല്ലേ ഒരു പെൻഷൻ കാർഡ് യോഗം, ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ യോഗം, അവരുടെ ആവലാതി കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു യോഗം എന്താ വിളിക്കായിരുന്നേ? അവിടെ കുടിശ്ശികയോടൊപ്പം ഉണ്ട്. അപ്പോൾ അവിടെ മിണ്ടാട്ടമില്ല. സഹകാരികളുടെ യോഗം വിളിച്ചോ? ഇല്ല, മിണ്ടാട്ടമില്ല. കാരണം എന്താ? കരുവന്നൂരൊക്കെ ചോദിക്കും,
അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയകാലം വരുമ്പോൾ ഇത് തേച്ച് മിനുക്കി KC വേണുഗോപാലിൻ്റെ പ്രസംഗം ആയുധമാക്കി എന്നൊക്കെ ചാനലുകളൊക്കെ പറയുന്ന കേട്ടാൽ എന്തായുധമാണത്? ക്ഷേമ പെൻഷൻകാർ അവർ വാങ്ങിക്കുന്ന പെൻഷൻ കിട്ടാത്തവരുടെ കാര്യമാണ് വേണുഗോപാൽ പറഞ്ഞത്. അത് UDF ഉറച്ചു നിൽക്കുന്നുണ്ട്. നോക്കൂ സ്മൃതി, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ കാണിക്കുന്ന എന്താ അറിയാമോ? ഒന്ന് UDFൻ്റെ നിലപാട്, രണ്ട് LDFൻ്റെ നിലപാടില്ലായ്മ. UDFൻ്റെ നിലപാടും ആ നിലപാട് വഴി VD സതീശനുണ്ടായ ഒരു മികവും ചർച്ച ചെയ്യുന്നില്ലേ കേരളം ഇന്ന്? സംശയമുണ്ടോ? CPMൻ്റെ സ്ഥിതി, LDFൻ്റെ സ്ഥിതി എന്താണ്? CPMന് അവരുടെ മുറ്റത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? അവരുടെ മുറ്റത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നിട്ട് അവരത് ലോകം മുഴുവൻ തിരഞ്ഞെടുത്തു സ്ഥാനാർത്ഥിയെ കിട്ടാനായിട്ട്. അതിനുശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. LDF കൺവെൻഷൻ നടന്നു. മുഖ്യമന്ത്രി പുതുപ്പള്ളി കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയില്ല, ഗോവിന്ദ മാഷ ഉദ്ഘാടനം ചെയ്തത്. നിലമ്പൂർ അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യം. മുഖ്യമന്ത്രിയല്ലേ, LDFൻ്റെ നേതാവല്ലേ. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയാണ്, ഇവിടെ LDF ഒരു കാര്യം തീരുമാനിച്ച എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ KB ഗണേഷ് കുമാറിൻ്റെ ഒരു ചിത്രം ഉയർത്തിയിട്ട് കേരള കോൺഗ്രസ് B പ്രവർത്തകർ എന്തോ മുദ്രാവാക്യം വിളിച്ചോന്ന് അറിയാൻ വയ്യ, ചിത്രം ഉയർത്തി കാണിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം നിർത്തി. എന്നിട്ട് പറയുകയാണ് LDFൻ്റെ അടയാളങ്ങൾ മാത്രം മതി. LDFൻ്റെ അടയാളം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉയർത്തി കാണിക്കലാണോ അതോ പൊതു അടയാളങ്ങൾ എന്നാണ് പറഞ്ഞത്? KB ഗണേഷ് കുമാറിന്റെ വലിയ പടമായിരുന്നു അവിടെ. അത് അവിടെ ആപ്റ്റ് ആയിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആയിക്കോട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, KB ഗണേഷ് കുമാറിൻ്റെ പടം അവിടെ ഉയർത്താൻ കാരണം എന്താ? LDFിലെ ഘടകകക്ഷി ആയതുകൊണ്ടല്ലേ? അങ്ങനെ അവർക്ക് ആ പടം ഉയർത്താത്തതെന്ന് അവരുടെ ഘടകകക്ഷി ആയതുകൊണ്ടല്ലേ? അത് അവർ ഉയർത്തുമ്പോൾ അത് LDFൻ്റെ പൊതു അടയാളം എന്ന് പറഞ്ഞപ്പോൾ ഏതേ പൊതു അടയാളങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് പറഞ്ഞത്. ശരി, പൊതു അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് LDFെ സംബന്ധിച്ചുള്ള എല്ലാ കക്ഷികളുടെയും കൊടികളാണല്ലോ പൊതു അടയാളം, എല്ലാ നേതാക്കളുടെയും മുഖങ്ങളുമാണ്. പിന്നെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേക ചിഹ്നമാണ്. LDFൻ്റെ പൊതു ചിഹ്നം അരിവാൾ ചുറ്റിക്കയല്ലല്ലോ, LDFൻ്റെ പൊതുകൊടി ചെങ്കൊടിയല്ലല്ലോ. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊക്കെ പറയും. അല്ല, ഒരു മിനിറ്റ്, അതൊക്കെ പറഞ്ഞു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങൾ അവരോട് ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ നല്ല മാറ്റം, ആരോഗ്യരംഗം നല്ല മാറ്റം, വിദ്യാഭ്യാസ രംഗം നല്ല മാറ്റം, അതുപോലെ മറ്റേ എന്താണ് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം നല്ല മാറ്റം. ഈ നല്ല മാറ്റം എന്നല്ലാണ്ട് എന്താണ് മാറ്റം? UDF ഗവൺമെന്റ് കാലത്ത് അവർ പറഞ്ഞ മാറ്റങ്ങൾ അത് തറക്കല്ലിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണോ ഇവരുടെ ഈ തീരുമാനങ്ങൾ? അപ്പൊ അതുകൊണ്ട് LDFൻ്റെയും UDFൻ്റെയും നിലപാടുകളോട് ചർച്ച ചെയ്യപ്പെട്ടു. UDFൻ്റെ നിലപാട് ശ്ലാഘിക്കപ്പെട്ടു, പ്രശംസിക്കപ്പെട്ടു. അതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇത്തവണത്തെ പ്രത്യേകത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.